ബിഹി, അവരോട് കരുണയുള്ളവനാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരിൻ വൽ അൻസാരി, മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്ത് എന്നുള്ള ആദ്യത്തെ ആളുകൾ, അല്ലെ, ആദ്യത്തവരായ മുൻകടന്ന ആളുകൾ, വിജയിച്ച ആളുകൾ. വഹും, അവരാരാണ്? ആദ്യേ വിജയിച്ച് മുൻകടന്നവർ. അത് മൻ ഷഹീദ ബദറൻ, ബദറിൽ പങ്കെടുത്തവരാണ്. അല്ലെങ്കിൽ ജമീ സഹാബ, അല്ലെങ്കിൽ സഹാബത്ത് മുഴുവനിനെ, ജമീ സഹാബത്ത് മുഴുവനിനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. എന്തോ ആയിക്കോട്ടെ, ആദ്യത്തെ ആളുകൾ, അല്ലേ, അവരും വല്ലദീനത്തവ, ആരെ പിന്തുടർന്ന ആളുകളും അന്ത്യദിനം വരെ ബി ഇഹ്സാനിൻ അമലി, ഈ കർമ്മങ്ങളിൽ നിന്നും ഈ ഹിസാനാക്കൽ കൊണ്ട്, നല്ലതായിട്ട് ചെയ്യുക, നല്ല രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുക കൊണ്ട്, റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബിതാഅത്തിഹി, അള്ളാഹുവിനെ അവർ വഴിപ്പെട്ടത് കൊണ്ട്, വറദു അൻഹു, അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബിസവാബി, അള്ളാഹുവിൻ്റെ പ്രതിഫലം, തിരിച്ചുള്ള പ്രതിഫലം നൽകലുകൊണ്ട്, വഅദ്ദ ലഹും ജന്നാത്തിൻ, അള്ളാഹു അവർക്ക് ആരാമങ്ങളെ തയ്യാറാക്കിയിരിക്കുന്നു, തജ്രി തഹ്തഹൽ അൻഹാർ, അതിൻ്റെ അടിഭാഗത്തിലൂടെ ആറുകൾ ഒഴുകും. അഫീ ഖിറാഅത്ത്, മറ്റൊരു ഖിറാഅത്തിൽ ബി സിയാദത്ത് മിൻ സായിദ് ആയിട്ടുണ്ട്. അപ്പോൾ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ എന്നുണ്ടാകും. ഖാലിദീന ഫിയ, അവരവിടെ എന്നെന്നും ചിരഞ്ജീവികളായിരിക്കും. അത് തന്നെയാണ് വമ്പിച്ച വിജയം. അമിമ്മൻ ഹൗലക്കും, നിങ്ങളുടെ ഹൗലിൽ, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കൂട്ടത്തിലുണ്ട്. യാഹൽ മദീന, മദീന നിവാസികൾ, നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ കൂട്ടത്തിലുണ്ട്. മിനൽ ആറാബുകളിൽ നിന്നും, ഗ്രാമീണ അറബിയിൽ നിന്നും, മുനാഫിക്കുകളായ ആളുകൾ, ആരെപ്പോലെയൊക്കെ, അസ്ലം വാസ്ജ വഗിഫാർ, ഗോത്രക്കാരെ പോലെ. ഒമിൻ അഹ്ലിൽ മദീന, അഹ്ലിൽ മദീനയിൽ നിന്നുള്ള, അപ്പം മദീനയുടെ ചുറ്റുഭാഗത്തുള്ള ഗ്രാമീണ അറബികളിലുള്ള മുനാഫിക്കുകളായ ഗോത്രങ്ങളാണിത്. ഇനി മദീനക്കാരിൽ നിന്ന് തന്നെ ഉണ്ട് മുനാഫിക്കൂന ഐല, അവരിലും മുനാഫിക്കുകളായ ആളുകളുണ്ട്. അതാ പറയുന്നത് മറദു അല നിഫാഖ്. സാധാരണ മറദ എന്ന് വെച്ചാൽ മറദയം മൃദു, ധിക്കാരിയാവുക എന്നൊക്കെ പറയാറുണ്ട്. മർദ എന്നൊക്കെ പറയും. ഇതിപ്പോൾ മറദ അലയാകുമ്പോൾ ഉറച്ചു നിൽക്കുക എന്നർത്ഥം. അതാണ് ലജ്ജു ഫീഹി, അതിൽ അവർ ഉറച്ചു നിന്നു. വസ്തമറു, ഉറച്ചു നിന്നു, അതേ അർത്ഥം. ലാ തഅലമുഹും, അങ്ങ് അവരെ അറിയുന്നില്ല, അല്ലെ. ഖിതാബ് അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭിസംബോധനയാണിത്. നഹ്നു നഅലമുഹും, എന്നാൽ നാം അവരെ അറിയുന്നുണ്ട്. അള്ളാഹു പറയാണ്, സനുഅദ്ദിബുഹും മറത്തൈനി, അവരെ നാം പിന്നീട് 2 തവണ ശിക്ഷിക്കും. ബിൽ ഫളീഹത്തി, എന്തുകൊണ്ട്? ഒന്നുകിൽ ഫളീഹത്ത്, വഷളാക്കൽ കൊണ്ട്, അവൽ കത്തിലല്ലേ, കൊല്ലപ്പെടൽ കൊണ്ട്, ദുനിയാവിൽ വെച്ച് വഷളാക്കപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യൽ കൊണ്ട് ദുനിയാവിൽ ഒരു വട്ടം അവരെ നമ്മൾ ശിക്ഷിക്കും. അദാബിൽ ഖബർ, പിന്നെ ഖബർ ശിക്ഷ കൊണ്ട് മറ്റൊരു വട്ടവും ശിക്ഷിക്കും. സുമ്മ യുറദ്ദൂന, പിന്നെ അവരെ മടക്കപ്പെടും. ഫിൽ ആഖിറത്തിൽ ഇല അദാബിൻ അദീം, അതിനേക്കാൾ ആദ്യം 2 ശിക്ഷ, പിന്നെ അതിനുശേഷം ആഖിറത്തിൽ വെച്ച്. ഖബർ ആഖിറാണ് എങ്കിലും അതിന് ശേഷം ഏറ്റവും വലിയ ശിക്ഷയിലേക്ക്, വമ്പിച്ച ശിക്ഷയിലേക്ക് അവരെ മടക്കപ്പെടും. ഹുവന്നാർ, അത് നരകമാണ്. കൗമുൻ ആഖിറിന്, വേറെ ചില കൗമുണ്ട്, സമൂഹമുണ്ട്, കൂട്ടരുണ്ട്. 30 അവർ എയ്തറഫു ബിദുനൂബിഹിം, അവർ അവരുടെ പാപങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. മിന തഖല്ലുഫി, എന്താ അവരുടെ പാപം? യുദ്ധത്തിന് പോവാതിരുന്നു. നഅതുഹു, അതിൻ്റെ നഅത്താണ് ഏത്? ആഖറൂന എയ്തറഫു ബിദുനൂബിഹിം എന്നുള്ള, അതെന്താണ്? ജുംല, അത് സിഫത്താണ്. ഏതിൻ്റെ? ആഖറൂന എന്ന 30. ഇനി വൽ ഖബർ, അതിൻ്റെ ഖബർ ഖലത്തു അമലൻ സ്വാലിഹ, അല്ലേ, തങ്ങളുടെ പാപങ്ങളെ സംബന്ധിച്ച വേറെ ചില ആളുകൾ അവരെന്ത് ചെയ്തു? ഖലത്തു അമലൻ സ്വാലിഹ, അവർ കലർന്നു, നല്ല കർമ്മവുമായിട്ട് അവർ കലർന്നു. വഹുവ ജിഹാദുഹും, അതായത് അവരുടെ നല്ല കർമ്മം, അത് അവരുടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടമാണ്. ഖബല ദാലിക, അതിൻ്റെ മുമ്പുള്ള ആ ഇത്റാഫ് ബിദുനൂബി, അല്ലെങ്കിൽ അവരുടെ പാപങ്ങളുടെ സമ്മതമാണ്, അല്ലെ, പാപം ചെയ്തു എന്നുള്ള സമ്മതം. അത് വേറെ ദാലിക, അതല്ലാത്ത നന്മകളാണ്. എന്തായാലും അവരുടെ നന്മ എന്താണ്? അവരോട് നന്മയോട് അവർ കലർന്നിട്ടുണ്ട്. അപ്പം തിന്മ ചെയ്തിട്ടുണ്ട്, അവർ സമ്മതിച്ചു, അതോടൊപ്പം അവർ നന്മയും ചെയ്തിട്ടുണ്ട്. വേറൊരു വട്ടം എന്താണ്? അവർ സയ്യിയുമായിട്ട്, അല്ലെ, മോശമായ ചെയ്തിയുമായിട്ട്, മോശമായ സയ്യിയായ അമലുമായിട്ട് അവർ കലർന്നിട്ടുണ്ട്. അതേതാണ്? അത് തഖല്ലുഫുഹും, അവരുടെ പിന്തിരിയലാണ്. അപ്പം അവരതിൻ്റെ മുമ്പോ പിമ്പോ ആയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്, പക്ഷേ യുദ്ധത്തിന് പോവാതിരുന്നിട്ടുണ്ട്. 2 സംഗതി ഉണ്ട്. അപ്പം തിന്മയും ചെയ്തു, നന്മയും ചെയ്തു. അവരുടെ പാപങ്ങൾ അവർ സമ്മതിക്കുന്നുണ്ട് താനും. അസല്ലാഹു അയ്യത്തൂബ അലൈഹിം, അല്ലാഹു തആല അവരുടെ പാപങ്ങളെ എന്താക്കാം? അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചേക്കാം. ഇന്നല്ലാഹ
ഗഫൂർ റഹീം. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ്. നസലത്ത് ഇറങ്ങി ഈ സൂക്തം ഫി അബീലുബാബത്ത വ ജമാഅത്തിൻ, അബൂലുബാബയുടെയും ഒരു സംഘത്തിൻ്റെയും വിഷയത്തിൽ. ഔസഖു അംഫുസഹും, അവരുടെ നഫ്സുകൾ എന്താക്കി, അവിടെ തന്നെ നിർത്തി. ഫി സവാരിൽ മസ്ജിദി, അവർ കെട്ടിയിട്ടു എന്നാണ്. ഔസഖു അവർ കെട്ടിയിട്ടു അവരുടെ ശരീരങ്ങളെ. ഫി സവാരി, സാരിയത്തിൻ്റെ ജമാണല്ലോ സവാരി. സവാരിൽ മസ്ജിദി, പള്ളിയുടെ തൂണുകളിൽ. ലമ്മ ബലഗഹും, അവർക്കെത്തിയപ്പോൾ. മാ നുസില മാ നസല, ഇറങ്ങിയ ഒന്ന് അവർക്കെത്തിയപ്പോൾ. ഫിൽ മുതഹല്ലിഫീന, യുദ്ധത്തിൽ പോവാതിരുന്ന ആളുകളുടെ വിഷയത്തിൽ. അപ്പോൾ യുദ്ധത്തിൽ പോവാതിരുന്ന ആളുകളുടെ വിഷയത്തിൽ ഇറങ്ങിയ ആ സൂക്തങ്ങളൊക്കെ അവർക്ക് എത്തിയപ്പോൾ അവർ സ്വശരീരങ്ങളെ പള്ളിയുടെ തൂണുകളിൽ ബന്ധിപ്പിക്കുകയും വഹലഫു, അവർ സത്യം ചെയ്യുകയും ചെയ്തു. എന്ത്? ലാ യഹല്ലുഹും, അവരെ അഴിച്ചു വിടുകയില്ല. ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ. അങ്ങനെ ഫഹല്ലഹും, അങ്ങനെ നബി തങ്ങൾ അവരെ അയച്ചു വിട്ടു. എപ്പോൾ? ലമ്മ നസലത്ത്, ഈ ലമ്മ നസലത്ത്, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ നബി തങ്ങൾ അവരെ അയച്ചു വിട്ടു. അസല്ലാഹു അയ്യത്തൂബ അലൈഹിം എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോൾ. അപ്പോൾ അബൂലുബാബ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളുടെ സംഗതിയാണ് ഈ പറഞ്ഞത്. ഖുദ് നബിയെ, അങ്ങ് സ്വീകരിക്കുക. മിൻ അംവാലിഹിം, അവരുടെ ധനങ്ങളിൽ നിന്നും. സദഖത്തൻ, ഒരു ദാനത്തെ. തുതഹിറുഹും, ആ ദാനം അവരെ ശുദ്ധീകരിക്കും. വതുസക്കീഹിം, അവരെ സംസ്കരിക്കും. ബിഹാ, തുതഹിറുഹും വതുസക്കീഹിം ബിഹ, അങ്ങ് അവരെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യും. ബിഹാ, ആ സദഖ കൊണ്ട്. മിൻ ദുനൂബിഹിം, അവരുടെ പാപങ്ങളിൽ നിന്ന്, അവർ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ഒരു പ്രായശ്ചിത്തമായിരിക്കും അത്. അതുകൊണ്ട് തന്നെ ഫഹുദ്, അങ്ങ് സ്വീകരിക്കുക. ഫുലുസ അംവാലിഹിം, അവരുടെ ധനത്തിൻ്റെ 1/3. തസദ്ദഖ് ബിഹ, എന്നിട്ട് അങ്ങ് എന്ത് ചെയ്യുക, അത് ഉപയോഗിച്ചിട്ട് സദഖ ചെയ്യുക, ആളുകൾക്ക് ദാനം ചെയ്യുക. വസല്ലി അലൈഹിം എന്ന് വെച്ചാൽ അയ്ഉദു ലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന സ്വലാത്തക, അങ്ങയുടെ പ്രാർത്ഥന. സക്കനുൻ, ആശ്വാസമാണ്. റഹ്മത്തുൻ ലഹും, അവർക്കുള്ള കാരുണ്യമാണ്. വഖീല, ഒരഭിപ്രായം തുമഅനീനത്താണ്. സക്കൻ എന്ന് വെച്ചാൽ തുമഅനീനത്താണ്, മനസ്സമാധാനമാണ്. ബി കബൂലി തൗബത്തിഹിം, അവരുടെ തൗബ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് നബിതങ്ങൾ തന്നെ അങ്ങനെ അവർക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന സഹായമായിട്ട് അവർക്ക് മനസ്സമാധാനമല്ലേ. അല്ലാഹു സമീഉൻ അലീം, അള്ളാഹു ഏറെ കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. അലം യഅലമു, അവർ മനസ്സിലാക്കിയിട്ടില്ല. അന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല ഹുവ യഖ്ബലു തൗബത, അവൻ തൗബയെ സ്വീകരിക്കുന്നുവെന്ന്, പശ്ചാത്താപത്തെ സ്വീകരിക്കുന്നുവെന്ന്. അൻ ഇബാദിഹി, തൻ്റെ അടിമകളിൽ നിന്നും. വയഹുദു, അവൻ സ്വീകരിക്കുന്നു. യഖ്ബലു സദഖാത്തി, ദാനധർമ്മങ്ങൾ സ്വീകരിക്കുന്നുവെന്നും. വ അന്നല്ലാഹ ഹുവ തവ്വാബു, അള്ളാഹു ഏറെ പശ്ചാത്തപിക്കുന്നവൻ. അള്ളാഹു മാത്രമാണ് ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്ന്. അല ഇബാദി, തൻ്റെ അടിമകളുടെ പശ്ചാത്താപം. ഈ കബൂലി തൗബത്തിഹിം, അവരുടെ തൗബയെ പശ്ചാത്താപത്തെ സ്വീകരിക്കൽ കൊണ്ട്. റഹീമു ബിഹിം, അവരോട് കരുണയുള്ളവനും അള്ളാഹു മാത്രമാണ് എന്ന് അവർ അറിഞ്ഞിട്ടില്ലേ. വലിസ്തിഫാമലി തക്രീർ, ഇത് തക്രീറിനുള്ള ഇസ്തിഫാം, അതായത് അങ്ങനെ തന്നെയാണ് അള്ളാഹു എന്ന്. വൽ ഖസ്ദു ബിഹി, ഇതുകൊണ്ടുള്ള ഉദ്ദേശം തഹ്ജീബുഹും ഇല തൗബത്തി സദഖത്തി. തഹീജുഹും, അവരെ ഇളക്കി വിടലാണ്. ഹയ്യജു, വേഗത്തിൽ അവരെ ഇളക്കി വിടലാണ് പശ്ചാത്താപത്തിലേക്കും ദാനധർമ്മം ചെയ്യുന്നതിലേക്കും. വകുല്ലഹും, അല്ലെ, കുലി അമലു എന്നാണ്. അതായത് കുല്ലഹും, നബിയെ അങ്ങ് അവരോട് പറയുക. ഔലിന്നാസി, അല്ലെങ്കിൽ ജനങ്ങളോടൊട്ടാകെ പറയുക. ഏലമോ, നിങ്ങൾ മനസ്സിലാക്കണേ. മാഷിത്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നിനെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോ. ഫസയർ അള്ളാഹു, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നതാണ്. അമലക്കും, നിങ്ങൾ ചെയ്ത കർമ്മങ്ങൾ. റസൂലും, അള്ളാഹുവിൻ്റെ റസൂലും, വൽ മുഅ്മിനുകൾ, എല്ലാവർക്കും സംഗതി എല്ലാം മനസ്സിലാക്കും. എന്നിട്ട് വസത്തുറദ്ദൂന ബിൽ ബാസി, പുനർജീവിപ്പിക്കപ്പെടൽ കൊണ്ട്, പുനർജന്മം നൽകപ്പെടൽ കൊണ്ട് നിങ്ങളെ മടക്കപ്പെടുന്നതാണ്. ഇല ആലിമിൽ ഗൈബി വ ഷഹാദ, അദൃശ്യവും ദൃശ്യവുമായ കാര്യങ്ങളൊക്കെ അറിയുന്ന അവനിലേക്ക്, അള്ളാഹുവിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നതാണ്. എന്നിട്ട് ഫയുനബ്ബിഉകും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ എന്തായിരുന്നു ദുനിയാവിൽ വെച്ച് ചെയ്തിരുന്നു എന്നത് നിങ്ങൾക്ക് അവൻ അറിയിച്ചും തരുന്നതാണ്. ഫയുജാസികും ബിഹി, എന്നിട്ട് അതിന് പേരിൽ നിങ്ങൾക്ക് പ്രതിഫലവും നൽകുന്നതാണ് അള്ളാഹു. ആഹറൂനെ, വേറെ ചില ആളുകളുണ്ട്. മിനൽ മുത്തഹല്ലിഫീന, യുദ്ധത്തിന് വരാതെ പിന്തി നിന്ന ആളുകളിൽ നിന്ന് വേറെ ചില ആളുകളുണ്ട്. മുർജഊന വ ആഹറൂന മുർജഊന ലി അംരില്ലാഹി, നമ്മുടെ ഖിറാഅത്ത്. വേറെ ഖിറാഅത്തിൽ മുർജഊന എന്നാണ്. ബിൽ ഹംസി വ തർക്കിഹി, ഹംസയോട് കൂടിയും ഹംസ ഇല്ലാതെ മുർജഊന എന്നുണ്ട്. മുഅഖറൂന,
പിന്തിക്കപ്പെട്ട ആളുകൾ, അല്ല മുഅഖറൂന അനിൽ ഉക്കൂബത്തി, ആ ശിക്ഷയെ തൊട്ട് പിന്തിപ്പിക്കപ്പെട്ട ആളുകൾ, ലി അംരില്ലാഹി, അള്ളാഹുവിൻ്റെ കാര്യത്തിലേക്ക്. അപ്പം മുർജഊന എന്ന് വെച്ചാൽ പിന്തിപ്പിക്കപ്പെട്ടു എന്നാണ് ഉദ്ദേശം. അള്ളാഹുവിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി, ഫീഹിം അവരുടെ വിഷയത്തിൽ, ബിമായഷ അള്ളാഹു ഉദ്ദേശിക്കുന്ന ഒന്നുകൊണ്ട്. അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഉടനെ അവരുടെ മേലെ ശിക്ഷ വിധിക്കുന്നില്ല. അള്ളാഹു എന്താണോ പിന്നീട് ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് വരും. അങ്ങനെയുള്ള ഒരു വേറൊരു ടീമുണ്ട്. ഇമ്മായു അദീബും, ചിലപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിച്ചു കളയും. യുമീതഹും ബിലാ തൗബ, തൗബ ചെയ്യാതെ അവരെ അള്ളാഹു മരിപ്പിക്കൽ കൊണ്ട്. വൈമായത്തു പോലെ ചിലപ്പോൾ അള്ളാഹു അവരെ പശ്ചാത്താപം സ്വീകരിക്കുക, അങ്ങനെ തൗബ ചെയ്യാനൊക്കെ അള്ളാഹു അവർക്ക് തൗഫീക്ക് നൽകുക, അങ്ങനെ എന്നിട്ട് മരിപ്പിക്കുക. അള്ളാഹു അലീമും ബി ഖൽഖിഹി, അള്ളാഹു തൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി വിശാലമായി അറിയുന്നവനാണ്. ഹക്കീമും ഫി സുനഇഹി ബിഹി, അള്ളാഹു അവരെയും കൊണ്ട് പ്രവർത്തിക്കുന്നതിൽ യുക്തിബദ്ധരനാണ്. വഹുമു സലാസ, അവർ മൂന്നാളുകളാണ്. അല്ല ആത്തൂന് ബാദു, ആത്തിൻ്റെ ജമാണ് ആത്തൂന് ബാദു, അതിന് ശേഷം വന്നു. യുദ്ധത്തിനൊന്നും പോയില്ല, യുദ്ധമൊക്കെ കഴിഞ്ഞ് നബിതങ്ങളുടെ അടുക്കൽ വന്നു ഇങ്ങനെ. പക്ഷെ നബിതങ്ങൾ അവരെ മൈൻഡ് ചെയ്തില്ല. ഒരു വളരെ സങ്കടം നിറയുന്ന ഒരു വലിയ ദീർഘമായ ഹദീസ് റിയാദ് സാലിഹീൻ എന്നൊക്കെ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഈ കൂട്ടത്തിലുള്ള കാവ്നു മാലിക് റളിയല്ലാഹുവിനെ നിവേദനം ചെയ്യുന്നു. മറ്റു തൻ്റെ 2 കൂട്ടുകാരന്മാർക്കും വന്ന അവസ്ഥ ഒക്കെ പറഞ്ഞിട്ട് വലിയൊരു സുദീർഘമായ ഹദീസ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം അവരാണ് ഈ 3 ആളുകൾ അല്ലേ. ആരൊക്കെയാണ് അവർ? മിറാർത്തുബിൻ റബീഅ്, കഅബ് ബിൻ മാലിക്, ഹിലാൽ ബിൻ ഉമയ്യ, 3 ആളുകൾ. തഖല്ലഫു കസ്ലൻ വമൈലൻ ഇല ദഅവ, അവർ മടി കാരണത്താൽ യുദ്ധത്തിന് പോകാതിരുന്നതാണ്. വമൈലൻ ഇല എന്ന് വെച്ചാൽ ഒരു നല്ല സുഖം എന്നർത്ഥം. അപ്പം സുഖത്തിലേക്ക് ചായ്വ് കാരണത്താൽ, അപ്പം സുഖത്തിനുള്ള ഒരു താല്പര്യം കാരണത്താൽ, റാഹത്ത് എന്നൊക്കെ പറയാം, ഒരു സുഖം, ഒരു അനുഭൂതി. അപ്പം ആ കാലം എന്താണ്, നല്ല ഇവിടെ ഹദീസിലൊക്കെ പറയുന്നുണ്ടല്ലോ, നല്ല ഈന്തപ്പഴോ മറ്റൊക്കെ കാഴ്ചയൊക്കെ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ രസം, ആ സുഖം, അതിനോടൊരു ചായ്വ് മാനസികമായിട്ട് അത് കാരണത്താലാണ്. അല്ലാതെ എന്തല്ല നിഫാഖൻ, അവർ കപടവിശ്വാസവും മറ്റൊന്നും അവർക്കില്ല, അക്കാരണത്താലല്ല. വലം യഅ്തദിറുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളിലേക്ക് അവരെന്തായിട്ടില്ല, പരാതി ഒഴികഴിവ് ബോധിപ്പിച്ചതുമില്ല, കഗൈരിഹിം അവരല്ലാത്തവരെ പോലെ. അങ്ങനെ ഫൗഖിഫ അമ്രുഹും, അവരുടെ കാര്യം സ്റ്റോപ്പാക്കപ്പെട്ടു. 50 ലൈല, 50 രാത്രി അഥവാ 50 ദിവസം അവരുടെ കാര്യത്തിലൊന്നും നബിതങ്ങളൊന്നും ഇടപെടുന്നില്ല. നബിതങ്ങളുടെ അടുത്തൊക്കെ പോയി നിസ്കരിക്കാനും ഒക്കെ ശ്രമിക്കും, പക്ഷേ നബിതങ്ങൾ യാതൊരു തരത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. അവരോട് മിണ്ടരുതെന്നൊക്കെ നബിതങ്ങൾ ആളുകളോട്, സഹാബത്തിനോടൊക്കെ കൽപ്പിക്കുകയോ, വലിയൊരു അവസാനം ഭാര്യ പോലും തന്നെ മൈൻഡ് ചെയ്യാത്തൊരവസ്ഥയൊക്കെ വന്നതൊക്കെ പറയുന്നുണ്ടല്ലോ. ഹജറഹും നാസു, ഉണ്ടോ, ജനങ്ങൾ അവരോട് മിണ്ടാതെയായി. ഹത്താ നസലത് തൗബത്തുഹും, അങ്ങനെ അവരുടെ തൗബയെക്കുറിച്ചുള്ള ആയത്ത് ഇറങ്ങി. ബാദു, അതിൻ്റെ ശേഷം. അതാണ് അപ്പം അങ്ങനെയാണ് അവരുടെ കാര്യത്തിലൊരു പരിഹാരം ഉണ്ടായത്. വഅല സലാസത്തില്ലദീന ഖുല്ലിഫൂ എന്ന് ശേഷം വരുന്നുണ്ട്.